ഫ്രണ്ട്സ് മലയാളം വീട്ടിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് OTT അപ്ഡേറ്റുകളാണ്. ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് ചെയ്ത സിനിമകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ കൂടുതൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അത് നമുക്ക് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാം സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രൻസ് പ്രധാന വേഷം കൈകാഴ്ച ഒരു ഫീൽ ഗുഡ് ഡ്രാമ ബാത്തുള്ള സിനിമയായിരുന്നു. ആശ എന്നാണ് സിനിമ സൺനെക്സ്റ്റും ആമസോൺ പ്രൈമിലായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണത്തെ കണ്ട് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ ഷൈജു കുറുപ്പ് പ്രധാന വേഷം കൈകാഴ്ച ഒരു ഹൊറർ ത്രില്ലർ സിനിമയായിരുന്നു. ഗു എന്നാണ് സിനിമ മനോർ മാക്സ് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണത്തിൽ കണ്ട് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്ത ഒരു റൊമാൻറ്റിക് ഡ്രാമ ബാധപ്പെടുന്നൊരു തമിഴ് മൂവിയാണ്. യെല്ലോ എന്നാണ് സിനിമ സിംലി സൗത്ത് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണത്തിൽ കണ്ട് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്ത ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ ബാധപ്പെടുന്നൊരു തെലുങ്ക് സീരീസ് ആണ്. സേവ് ദ ടൈഗേഴ്സ് എന്നാണ് സീരീസിൻ്റെ മൂന്നാം സീസൺ ജിയോ ഹോട്ട്സ്റ്റാർ വഴി തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, കന്നഡ, ഹിന്ദി, മലയാളം, ബംഗാളി, മറാത്തി ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണത്ര കണ്ട് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ഒരു ആക്ഷൻ ത്രില്ലർ ഒരു ഹിന്ദി മൂവിയാണ്. അനാലി എന്നാണ് സിനിമ ആമസോൺ പ്രൈം വഴി ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷയായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണത്ര കണ്ട് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ ഒരു തെലുങ്ക് മൂവിയാണ്. റാസോർ എന്നാണ് സിനിമ ആഹാ വീഡിയോസ് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണത്ര കണ്ട് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്തൊരു സ്പോർട്സ് ഡ്രാമ ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഫൈൻ ഗാൻസ് ഫോർ സംസ് എന്നാണ് സിനിമ ആമസോൺ പ്രൈം വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണത്ര കണ്ട് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്ത് ഒരു തെലുങ്ക് മൂവിയാണ്. മരി ചിഗ എന്നാണ് സിനിമ ആമസോൺ പ്രൈം വഴി തെലുങ്ക്, തമിഴ് ഭാഷയായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണത്ര കണ്ട് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്തൊരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ ബാധപ്പെടുന്നൊരു മലയാളം വെബ് സീരീസ് ആണ്. കസിൻസ് ആൻഡ് കല്യാണംസ് എന്നാണ് സീരീസിൻ്റെ നെക്സ്റ്റ് 4 എപ്പിസോഡുകൾ ജിയോ ഹോട്ട്സ്റ്റാർ വഴി മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാത്തി, ഹിന്ദി ഭാഷയായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണത്ര കണ്ട് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്ത് ഒരു ക്രൈം ത്രില്ലർ ബാധപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. തുക്കറാക്കി മേരാ പ്യാർ എന്നാണ് സീരീസിലെ 2ാം സീസൺ ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷയായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണത്ര കണ്ട് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്ത് ഒരു ക്രൈം ത്രില്ലർ ബാധപ്പെടുന്നൊരു തെലുങ്ക് മൂവിയാണ്. മോട്ടീവ് ഫോർ മർഡർ എന്നാണ് സിനിമ ലാൻഡ്സ്കേപ്പ് OTT പ്ലാറ്റ്ഫോം വഴി തെലുങ്ക് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, മലയാളം, കന്നഡ ഭാഷയായിട്ട് മുതൽ അവൈലബിൾ ആണ്. കാണത്ര കണ്ട് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസാണ് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്ത സിനിമകളും സീരീസുകളായിട്ടുള്ളത്. ഇനി ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാം സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മാത്യു തോമസ് പ്രധാന വേഷം കൈകാഴ്ച ഒരു സ്പോർട്സ് ഡ്രാമ ബാധപ്പെട്ട സിനിമയായിരുന്നു. കപ്പ് എന്നാണ് സിനിമ മനോർ മാക്സിലും സിംലി സൗത്തിലായിട്ട് ജൂൺ മാസം 25-ാം തീയതി OTT റിലീസ് ഇറക്കുന്നതിൽ നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. അടുത്ത നമ്മുടെ ആക്ഷൻ കിങ് അർജുനും അഭിരാമി, പ്രീതി മുകുന്ദനൊക്കെ പ്രധാന വേഷം കൈകാഴ്ച ഒരു സൂപ്പർ ഹിറ്റ് ആക്ഷൻ ത്രില്ലർ തമിഴ് മൂവിയായിരുന്നു. ബ്ലാസ്റ്റ് എന്നാണ് സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് വഴി സിനിമ ജൂൺ മാസം 25-ാം തീയതി തമിഴ് ഭാഷ കൂടാതെ ഹിന്ദി, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷയായിട്ട് റിലീസ് ഇറക്കുന്നത് നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. അടുത്ത നമ്മുടെ രാം ചരൺ പ്രധാന വേഷം കൈകാഴ്ച ഒരു ആക്ഷൻ ത്രില്ലർ ഒരു തെലുങ്ക് മൂവിയായിരുന്നു. പെതി എന്നാണ് സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് വഴി സിനിമ എന്ന് റിലീസ് നോക്കി കഴിഞ്ഞാൽ ജൂലൈ മാസം സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് വെയിറ്റ് ആം സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് മൾട്ടിയോഡിയോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ജൂൺ മാസം 19-ാം തീയതിയാണ്. ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് ആകുന്ന സിനിമകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിൽപ്പെട്ട ഏതൊക്കെ സിനിമകളും സീരീസുകളും നിങ്ങൾ കണ്ടു, ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി ശ്രമിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്യുന്നു, കാണാൻ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ ചെയ്യുക, എല്ലാവരും നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിന് വേണ്ടി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നവരിക്കും ബൈ.